Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബൂണ മസാലയാണ്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാൻ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 12 ഉണക്കമുളക്, 3 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലി, 2 ബേ ലീഫ്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കാം. നന്നായി വറുത്തതിന് ശേഷം ഇതിനെ നമുക്കെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാളേൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ 2 കിലോ ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ചിക്കന് വേവുന്ന വരെ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ചിക്കൻ നല്ല വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാല ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ് മിക്സിയിലിട്ട് പൊടിച്ചത് ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ 5 മിനിറ്റേക്ക് മൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളുടെ ചിക്കൻ ബൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.